ഇന്ന് കുഞ്ഞാക്ക നേരത്തെ കടപൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന ഉടനെ തന്നെ വീടൊക്കെ നനച്ച് കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു കുറച്ച് ടൈമും കൂടെ ഉണ്ട്, നമുക്കൊന്ന് ചായ കുടിച്ച് വന്നാലും. അപ്പോഴേക്ക് ഞങ്ങൾ മൂന്നാളും കൂടി ഡ്രസ്സൊക്കെ മാറ്റി വേഗം പുറത്ത് ചാടി. ഇവർ മൂന്നാളും പെട്ടെന്ന് ഇറങ്ങും. എന്നിട്ട് പിന്നെ എന്നെ ഇങ്ങനെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കും, ഇറങ്ങുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. ബാക്കി പരിപാടിയും പൂട്ടലും കാര്യങ്ങളൊക്കെ എനിക്കാണല്ലോ, അതൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. 5 മിനിറ്റ് പോകേണ്ട ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അതിനായിട്ട് ഞങ്ങൾ കാറൊന്നും എടുക്കുന്നൊന്നുമില്ല. വൈകുന്നേരം വന്നാൽ ഇപ്പം ഞങ്ങൾ ഇടക്കിടക്കുള്ള പരിപാടി ഇതാണ് കേട്ടോ. പക്ഷേ ചായ ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോരുക. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ചില ദിവസം രാത്രിയിൽ കുഞ്ഞാക്ക വരുന്ന ടൈമിൽ എനിക്ക് നല്ലപോലെ ജോലി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോഴും സറ്റും ആദ്യം ജസ്റ്റ് ഒന്ന് പോയി ചായയൊക്കെ കുടിച്ചൊന്ന് കറങ്ങി വരും. ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെങ്കിലും പോകുന്ന ടൈമിൽ പല അഭിപ്രായങ്ങളും നാല് അഭിപ്രായങ്ങളായി മാറി ഇങ്ങനെ മാറിയിട്ട് അവിടെ കയറ് ഇവിടെ കയറ്, അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചായ മാറി ഷവർമയിലോട്ടായി. സച്ചു പറഞ്ഞു നമുക്ക് ഷവർമ വേണ്ട, നമുക്ക് നവാബി പോയിട്ട് കുഴിമന്തി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നു. അപ്പോഴേക്ക് അവിടെ കടയൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. പിന്നെ മന്തി വേണ്ട, ഷവായി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചുക്കും പതിക്കും വലിയൊരു ഉഷാറൊന്നും ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത് മതി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അതിനങ്ങോട്ട് സമ്മതിച്ചു. അവിടെ ചെന്നിരുന്ന പിന്നെ കുറച്ച് ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. പക്ഷെ ഫാദിക്കുട്ടിക്ക് അതിനുള്ള ക്ഷമല്ല കേട്ടോ. പിന്നെ അവന് ഫോണിന് ഇങ്ങനെ സ്വൈര്യം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ സച്ചുക്കും വേണം. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളെ ഫോണും അവർ രണ്ടാളും വാങ്ങിക്കാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ അധികം ഞങ്ങൾ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല. എന്തായാലും അവിടെ കുറച്ച് ടിഷ്യൂ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് തോണിയും കപ്പലും ബോട്ടും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമുക്ക് സ്വൈരത്തോടെ ഇരിക്കാം, അവനും ഹാപ്പി നമ്മളും ഹാപ്പി. സംഭവം വന്നപ്പോൾ ഞങ്ങൾക്കാർക്കും അത്രക്ക് അങ്ങോട്ട് വല്ലാതെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഒരു മസാലയിൽ അത്യാവശ്യം പുളി കൂടുതലായിരുന്നു. പിന്നെ ഏതായാലും ഓർഡർ ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ കഴിക്കല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ സച്ചുവിന് പതിക്കൊന്നും തീരെ വല്ലാതെ അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല. കാരണം നമ്മൾ ഈ കോർണിഷ് കഫേ പോയിട്ട് നമ്മൾ ഷവായ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയിട്ട് കഴിച്ചാലും നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും പറ്റൂല. ഈ കോർണിഷ് കഫേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസാല വേറൊരു ലെവലാണ്. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കില്ലാതെ നിവൃത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഏകദേശം പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. ഷവായക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുക കോർണിഷ് കഫേ ആണ് കേട്ടോ. അതായത് നമ്മുടെ കോട്ടോപ്പാടത്തുള്ളത്. അവിടെ നമ്മൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും നമുക്ക് ഷവായ പറ്റൂല കേട്ടോ. ഈ ഒരു കോർണിഷ് കഫേ തന്നെ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിൽ. നിങ്ങളും ഇതുപോലെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പോലെ കറങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.